കലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ്. രചനാ സംഭാഷണം നന്ദു അച്ചു കൃഷ്ണ. അവള് അച്ഛനെ ഒന്ന് നോക്കി അനുവാദം ചോദിക്കും പോലെ. അദ്ദേഹം തലയൊന്നാട്ടിയതും ഫോണുമായി പതുക്കെ അകത്തേക്ക് നടന്നു. വിളക്ക് വെച്ച് എഴുന്നേറ്റ നേരമേ ആയിട്ടുള്ളൂ. എല്ലാവരും ഉമ്മറത്തുണ്ട്. വല്യച്ഛനും വല്യമ്മയും അപ്പച്ചിയും ചേച്ചിയും ഉൾപ്പെടെ ചേട്ടന്മാർ സഹിതം. സ്പീക്കർ വോളിയം കൂടുതലായോണ്ട് അവിടെ പറയുന്നത് വ്യക്തമായും ഇവിടെയിരിക്കുന്ന എല്ലാവർക്കും കേൾക്കാം. അതുകൊണ്ടാണ് ഫോൺ വാങ്ങി അകത്തോട്ട് ഈ നടത്തം. ഹലോ. ചെവിയിലേക്ക് വെക്കും മുന്നേ തന്നെ പറഞ്ഞു തുടങ്ങി. ചെവിയിൽ വെച്ചതിന് ശേഷവും പറഞ്ഞു തീർന്നില്ലായിരുന്നു. ഹലോ. ആദ്യം പറഞ്ഞിട്ടും മറുപടിയൊന്നും കേൾക്കാത്തതുകൊണ്ട് അവൾ സ്ക്രീനിലേക്ക് നോക്കി. കട്ടായിട്ടില്ല. അതുകൊണ്ട് ധൈര്യം പിടിച്ചാണ് രണ്ടാമത് പറഞ്ഞത്. അമലു. അത്രയും ഗൗരവത്തിൽ ഗാംഭീര്യമുള്ള ശബ്ദം ചെവിയിലേക്ക് കേട്ടതും അവളുടെ കൈ ഒന്ന് വിറച്ചു. നെറുകയിലൂടെ വിയർപ്പ് തുള്ളികൾ ചാലിട്ടൊഴുകി. കേൾക്കുന്നില്ലേ? ഫോണിലേക്ക് നോക്കി ഏതൻ ചോദിച്ചു. അമലു. എന്തോ? വിറച്ചും കൊണ്ട് പയ്യനെയുള്ള ശബ്ദം കേട്ടതും ഏതൻ ഒന്ന് മൂളി. സർ. പിന്നെ കുറെ നേരം ആരും സംസാരിക്കുന്നില്ലെന്ന് കണ്ടാണ് അവൾ സാറിനെ വിളിച്ചത്. അമലു കാണാൻ പോയ വല്യമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ? അത് പിന്നെ വല്യമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. പതിഞ്ഞ ശബ്ദത്തിൽ മെല്ലെയാണ് സംസാരം. അങ്ങനെ ഇവിടെ പ്രശ്നമൊന്നുമില്ലായിരുന്നെങ്കിൽ എന്താ രാവിലെ ക്ലാസ്സിൽ വരാതിരുന്നത്? പ്രതീക്ഷിച്ച ചോദ്യം. പക്ഷെ എന്തും മറുപടി പറയും. ഇവിടേക്ക് വരും മുന്നേയും 1000 വട്ടം ഓർമ്മിപ്പിച്ചതാണ് ക്ലാസ് മിസ്സാക്കല്ലേ എന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് താൻ ചെല്ലാഞ്ഞത് ദേഷ്യമായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ ഫോൺ കോൾ. ആകെ വിഷമിച്ചവൾ അടുത്തു കിടന്ന കസേരയിലേക്കിരുന്നു. ചോദിച്ചത് കേട്ടില്ലേ അമലു? അവിടെ അങ്ങനെ നിന്നിട്ട് കാര്യമൊന്നുമില്ലായിരുന്നെങ്കിൽ എന്താ തിരിച്ചു വരാതിരുന്നത്? ഇപ്പൊ ക്ലാസ് ഒക്കെയായി നീ പഠിച്ചു വരുന്ന നേരമല്ലായിരുന്നോ? ആ നേരത്ത് തന്നെ ക്ലാസ് മിസ്സാക്കി ടൂറ് കൂടാൻ പോയതാ നീ? സമാധാനത്തിൽ സംസാരിക്കണം എന്ന് വിചാരിച്ചിരുന്നിടത്ത് പക്ഷെ ചോദിച്ചു വന്നപ്പോഴേക്കും ശബ്ദം ഉയർന്നുപോയി. അത് കേൾക്കാനിരുന്ന പോലെ അപ്പുറത്തു നിന്നും ഏങ്ങലടി കേട്ടപ്പോ ആണ് ഒച്ച ഉയർന്നല്ലോ എന്ന് ആലോചിക്കുന്നത് തന്നെ. അമലു. അമലു. ചെറിയ ശബ്ദത്തിൽ കേൾക്കുന്ന ഏങ്ങലുകൾ ഏതനെ അസ്വസ്ഥനാക്കി. അമലു വെറുതെ കരയല്ലേ. ഇനി കരയുകയാണെങ്കിൽ ഞാൻ ക്ലാസ്സിൽ കയറ്റില്ല കേട്ടോ. അവളെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്നറിയാത്തത് കൊണ്ട് തന്നെ അപ്പോൾ വായിൽ തോന്നിയതവൻ പറഞ്ഞു. അമലു. അപ്പുറത്തു നിന്നും ശ്വാസമെടുക്കുന്ന ശബ്ദം പോലും കേൾക്കുന്നില്ലെന്ന് തോന്നിയതും അവൻ വീണ്ടും വിളിച്ചു. ലിസൺ അമലു. ഐ എം സോറി. തന്നോട് വേണമെന്ന് കരുതി ദേഷ്യപ്പെട്ടതല്ല. എടോ, നാളെ കഴിഞ്ഞാൽ എനിക്ക് ട്രെയിനിങ്ങിന് പോണം. താൻ ഈ ലീവൊക്കെ എടുത്ത് തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ കാണണമെന്നില്ല. പിന്നെ നമ്മൾ കാണുന്നത് എക്സാമിനായിരിക്കും. ഏതെങ്കിലും ഒരു ലാബായിരുന്നെങ്കിൽ ഓക്കെ. ഇതിപ്പോ 3 ഉണ്ട്. അതുകൊണ്ട് എക്സാമിന് ചോദിക്കുന്ന 2 ഒരെണ്ണം ഈ 3 നിന്നാകുമെന്ന് തീർച്ചയാണ്. ഒന്നാമതേ ഫിസിക്സ് പഠിച്ചു വരുന്നേ ഉള്ളൂ. ആ സമയത്ത് ഇതുകൂടി കിട്ടാതിരുന്നാൽ ആവശ്യമില്ലാത്ത ടെൻഷനായി പരീക്ഷ ആകെ നീ കുളമാക്കും. വേറെ ഏതൊരു സ്റ്റുഡന്റ് ആയിരുന്നെങ്കിലും ഞാൻ ഇതൊക്കെ തന്നെ പറയൂ. ഇവിടെ പിന്നെ നീ ഇപ്രാവശ്യം പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ളത് എന്റെ കൂടി ആഗ്രഹമാണെന്ന് കൂട്ടിക്കോളൂ. ഇത്തവണ നിനക്ക് ഫുൾ മാർക്ക് കിട്ടിയില്ലെങ്കിൽ നിന്റെ ആ ചേട്ടൻ എന്നെ ശൂലത്തിൽ കയറ്റും. അത് പറഞ്ഞതും ഏതൻ ചിരിച്ചുപോയി. അപ്പുറത്തു നിന്നും അതുപോലെ കുഞ്ഞിയൊരു ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായി അവൾ കരച്ചിൽ നിർത്തി ചിരിച്ചു എന്ന്. ആ നേരമാണ് വിഷ്ണുവും വിനോദും അകത്തേക്ക് കയറി വന്നത്. ഫോൺ വെച്ചില്ലേ എന്ന് ആംഗ്യത്തിൽ വിഷ്ണു ചോദിച്ചപ്പോൾ വിനോദിന്റെ ചോദ്യം ഉറക്കെയായിരുന്നു. ആരോടാ? അത്രയും അടുത്ത ചോദ്യം കേട്ടതുകൊണ്ട് ഏതൻ തിരക്കി. ഏട്ടന്മാരാ. കുഞ്ഞു ശബ്ദം കാതിൽ പതിഞ്ഞു. എങ്കിൽ നീ ഫോൺ ഏട്ടന്മാരുടെ കയ്യിൽ കൊടുത്തേ. എന്തിനാ? വെപ്രാളപ്പെട്ടുകൊണ്ടുള്ള ചോദ്യം കേട്ടതും ഏതന് ചിരിയാണ് വന്നത്. ഒന്നുമില്ല, താൻ ഫോൺ കൊടുക്ക്. പിറ്റന്നത്തേക്കുള്ള ബുക്ക് റെഫറൻസ് അടച്ചു വെച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ ഫോൺ നേരെ വിനോദിന് നീട്ടി. എന്താ മോളെ? സാറ് തരാൻ പറഞ്ഞു. ആ സമയത്താണ് സ്മിത പുറത്തുവെച്ച് സവിതയോട് അവൾ സാറുമായിട്ട് ഒറ്റയ്ക്ക് ഫോണിൽ സംസാരിക്കുന്നു എന്ന രീതിയിൽ കാര്യം പറഞ്ഞത് കേട്ടത്. അത് വല്യച്ഛനും കേട്ടു. അനിയനിത് കേട്ടു കാണുമോ എന്നുള്ള ഭയത്തിൽ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ അശോകൻ മഞ്ജുവുമായി സംസാരത്തിലാണ്. ഒരു ദീർഘനിശ്വാസത്തോടെ അയാൾ അനിയത്തിയെ നോക്കി. ദേഷ്യത്തോടെ അനന്തരവളെയും. മാമന്റെ നോട്ടം കണ്ടതും സ്മിത പെട്ടെന്ന് സംസാരം നിർത്തി. ദേഷ്യം കടിച്ചുപിടിച്ചുള്ള ആങ്ങളയുടെ നോട്ടത്തിന് സവിതയും മറുപടിയൊന്നും കൊടുക്കാതെ അവിടെ നിന്നും എഴുന്നേറ്റു. മോളുടെ സാറിനെ ഏട്ടൻ എന്ത് സംസാരിക്കാനാ? ആ ചോദ്യത്തോടെയാണ് വിനോദ് ഫോൺ ചെവിയിലേക്ക് വെച്ചത് തന്നെ. ഹലോ. ഹായ്. ഞാൻ ഏതൻ, അമലുവിന്റെ സാറാണ്. അമലു എന്ന് കേട്ടതും വിനോദിന്റെ നെറ്റി ഒന്ന് ചുരുങ്ങി. അവൻ അനിയത്തിയെ നോക്കി. ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയാണ് വിളിച്ചത്.
പിന്നെയും ഏതന്റെ ശബ്ദം കേട്ടതും അവന്റെ ശ്രദ്ധ അതിലേക്കായി. വളരെ ചുരുങ്ങിയ വാക്കിൽ ആമ്പന്നൂന്റെ ക്ലാസ് മിസ്സാകുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ അവൻ വിനോദിനോട് സംസാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആമ്പന്നൂന്റെ ബ്രദറിന് കാര്യങ്ങളൊക്കെ വ്യക്തമായില്ലേ? അതെ സർ, മനസ്സിലായി. ചെറിയച്ഛനും ചെറിയമ്മയും ചിലപ്പോൾ 2 ദിവസം കൂടി ഇവിടെ കാണും. പക്ഷേ മോളെ ഞാൻ രാവിലെ തന്നെ കൊണ്ടവിടെ എത്തിച്ചേക്കാം. എന്ത് പ്രശ്നം വന്നാലും നാളെ ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരണം. എന്റെ മാത്രമല്ല, കെമിസ്ട്രിയുടെ ആയാലും ബയോളജിയുടെ ആയാലും എല്ലാ സാറുമാരുടെയും ക്ലാസ് നാളെ കുറച്ചധികം നേരമുണ്ടാകും. കാരണം അടുത്ത ഒരാഴ്ച എന്തുമാകുമെന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരും നാളെ ക്ലാസ്സുകൾ മാക്സിമം എടുക്കാൻ വഴിയുണ്ട്. മനസ്സിലായി സർ? മോള് നാളെ ക്ലാസ് മിസ്സാക്കില്ല. അപ്പോൾ ഓക്കെ, ബൈ. താങ്ക് യു സർ. വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് തന്നെ വിനോദ് ഏതനെന്ന വ്യക്തിയോട് വല്ലാത്തൊരു മതിപ്പ് തോന്നി. സ്മിത ആദ്യം സവിതയുടെ ചെവിയിൽ സാറിനെ പറ്റിയും അനിയത്തെ പറ്റിയും പറയുന്നത് കേട്ടാണ് വിനോദ് അകത്തേക്ക് വന്നത്. തിരിച്ചു മറുപടി കൊടുക്കാൻ തുടങ്ങുമ്പോഴാണ് കുറച്ചപ്പുറത്ത് മാറിയിരിക്കുന്ന അച്ഛനെയും ചെറിയച്ഛനെയും കാണുന്നത്. എന്തേലും ആ സമയത്ത് പറഞ്ഞുപോയാൽ അത് വലിയ പ്രശ്നമാകും. അച്ഛനും ചെറിയച്ഛനും അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് വേണം മറുപടി പറയാൻ എന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. പക്ഷെ അപ്പോഴും ഒരു ദിവസം മാത്രം ലീവാക്കിയ കുട്ടിയെ സാർ എന്തിനു വിളിക്കണം എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. അതിന്റെ നിവർത്തി തേടി അകത്തേക്ക് വന്നപ്പോഴാണ് ഉർവശി ശാപം ഉപകാരം എന്ന പോലെ അവൾ ഫോൺ നീട്ടുന്നത്. ചേട്ടൻ വാങ്ങും മുന്നേ ഞാൻ തന്നെ സംസാരിച്ചു തുടങ്ങി. സംസാരം കേട്ടു തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി കാര്യങ്ങൾ വളരെ ജെനുവിനാണെന്ന്. വല്ലാത്തൊരു ആശ്വാസത്തോടെ വിനോദ് അനിയത്തെയും കുറച്ചു മാറി നിന്ന് തങ്ങളെ തന്നെ നോക്കിയിരിക്കുന്ന സ്മിതയെയും ഒന്ന് നോക്കി. കുഞ്ഞിന്റെ സാർ എന്താ വിനു പറഞ്ഞേ? അകത്തേക്ക് കയറി വരുന്നവർ ചോദിക്കുന്നതിന് മുന്നേ തന്നെ സുമവല്യമ്മച്ചി ചോദിച്ചു. നോക്കുമ്പോൾ അച്ഛന്റെയും ചെറിയച്ഛന്റെയും ചെറിയമ്മയുടെയും മറ്റെല്ലാവരുടെയും മുഖത്ത് അതേ ചോദ്യം തന്നെയാണ്. പക്ഷെ മുന്നിൽ നിൽക്കുന്നവളുടെ മുഖത്ത് ഭയവും. കണ്ടോമേ, കണ്ടോ? അവളുടെ മുഖം കണ്ടോ? ആ മുഖത്തെ വെപ്രാളവും പേടിയും ഒക്കെ അമ്മയൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഏത് കണ്ണുപൊട്ടന് പോലും അവളുടെ മുഖം കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും വിളിച്ചവൻ അവളുടെ ആരാണെന്ന്. ഒരു ദിവസം കാണാതിരുന്നപ്പോൾ തന്നെ അച്ഛന്റെ ഫോണിൽ വിളിച്ച് അന്വേഷിക്കണമെങ്കിൽ എന്തായിരിക്കും അവളും തമ്മേ? ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ എല്ലാവർക്കും ഞാൻ കുറ്റക്കാരി. അസൂയയും കുശമ്പും മാത്രമുള്ളവൾ. ഇവളെ നോക്ക്, ആരും കാണാതെ കണ്ണടച്ച് പാല് കുടിക്കുന്ന ഒരു സാധനം. നന്മമുള്ള മറിയവും. ആവൂ, എന്തിനമ്മേ തോലൂരിയേ? പിന്നെയും എന്തോ പറയാൻ പോയവളുടെ കയ്യിൽ അമർത്തി നുള്ളി സവിത. നീ ഒന്നും മിണ്ടാതിരിക്കാൻ ഞാൻ പിന്നെ എന്താ ചെയ്യുക? എന്റെ പൊന്നു കൊച്ചെ, അവൾ പ്രേമിക്കുകയോ ഒളിച്ചോടുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ. ദൈവത്തെ ഓർത്ത് നീയായിട്ടൊന്നും എഴുന്നള്ളിക്കണ്ട. ഞാൻ പറയുന്നതിനാണോ കുറ്റം? അവൾ കാണിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ലേ? അവൾ എന്തോ വേണേലും കാണിച്ചോട്ടെ, പക്ഷെ എന്റെ മോളൊന്നും പറയണ്ട. കാരണം അവൾ എന്ത് കാണിച്ചാലും ഈ വീട്ടിലുള്ളവർക്കൊന്നും അത് വലിയ പ്രശ്നമല്ല. പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ അത് നിനക്കേ ഉണ്ടാവൂ. അതുകൊണ്ട് ദൈവത്തിനെ ഓർത്ത് അമ്മയുടെ മോള് ആവശ്യമില്ലാത്ത പ്രശ്നത്തിനൊന്നും പോവണ്ട. അത് പറയുമ്പോൾ സവിത ശരിക്കും സ്മിതയുടെ അമ്മ തന്നെയായിരുന്നു. തന്റെ മകളെക്കാളും എല്ലാവരും അവളെ കയ്യിൽ കൊണ്ട് നടക്കുന്നതിന്റെ സകല കുശുമ്പും ഉള്ള ഒറിജിനൽ അമ്മ. അമ്മയും മോളും മുഖം കൊട്ടയ്ക്കാക്കി വിനുവിനെ നോക്കി. അവൻ എന്താ പറയാൻ പോകുന്നതെന്നറിയാനായി. പേടിച്ച് തന്നെ നോക്കുന്നവളുടെ അടുത്തായി വിഷ്ണു നിന്നതും വിനു അവൾക്കടുത്തേക്കെത്തി തോളിലൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് മറ്റെല്ലാവരെയും നോക്കി പറഞ്ഞു. മോൾക്ക് അടുത്ത ആഴ്ച പരീക്ഷ തുടങ്ങും. നാളെ കഴിഞ്ഞാൽ അവളുടെ സാറുമാർക്കെല്ലാം എന്തോ ഒരാഴ്ചത്തെ ടീച്ചേഴ്സിന്റെ ക്യാമ്പ് അറ്റൻഡ് ചെയ്യണം പോലും. അതുകൊണ്ട് ടീച്ചേഴ്സ് എല്ലാം വളരെ വേഗം എക്സാം പോർഷൻസ് തീർക്കുകയാണ്. നാളെ കെമിസ്ട്രിയുടെയും ഫിസിക്സിന്റെയും ഒക്കെ പെൻഡിങ് ലാബ് തീർക്കാൻ വേണ്ടി ഇരിക്കുകയാണ് പോലും. അത് കഴിഞ്ഞ് പിന്നെ ഇവർക്ക് സമയം കിട്ടുമ്പോൾ ഡൗട്ട് തീർക്കാനേ വഴിയുള്ളൂ. ഇന്നത്തെ ക്ലാസ്സോ പോയി. അതുകൊണ്ട് ഒരു വിധത്തിലും നാളത്തെ ക്ലാസ് കളയരുതെന്ന് പറയാൻ വേണ്ടിയാണ് അവളുടെ സാറ് വിളിച്ചത്. എല്ലാവരുടെയും മുഖത്ത് കണ്ണോടിച്ചുകൊണ്ട് വിനു പറഞ്ഞു നിർത്തിയതും, എന്തൊരു ഉത്തരവാദിത്തമാണ് സാറുമാർക്കെന്ന് നോക്കിയേ. ഇന്ന് വരാത്ത പിള്ളേരുടെ വീട്ടിൽ വിളിച്ച് നാളെ വരണമെന്ന് പറയാൻ പാകത്തിൽ. നമ്മൾ കുറച്ചുപേരും പഠിച്ചതല്ലേ. ഇന്ന് വരെ നമ്മളെ ആരെയും ഇങ്ങനെ വിളിച്ചു പറയാൻ സാറന്മാർ ഉണ്ടായിട്ടില്ല. അല്ലേ വിഷ്ണുവേട്ടാ? ഇപ്പോഴത്തെ പിള്ളേരുടെയൊക്കെ ഒരു ഭാഗ്യം. ചിരിച്ചുകൊണ്ട് സ്മിത എല്ലാവരെയും നോക്കി പറഞ്ഞതെങ്കിലും പറയേണ്ടത് പറയുകയും ചെയ്തു, കൊള്ളേണ്ടവർക്ക് നല്ലപോലെ കൊള്ളുകയും ചെയ്തു എന്ന രീതിയിലായിപ്പോയി. ആമ്പലിന്റെ മുഖം അങ്ങ് വിളറി. എല്ലാവർക്കും കാര്യം മനസ്സിലായെങ്കിലും അവളുടെ ചിരിച്ചുകൊണ്ടുള്ള പറച്ചിലിൽ തിരിച്ചു മറുപടി പറഞ്ഞാൽ അത് തെറ്റായി പോകുമോ എന്നുള്ള ഭയമായിരുന്നു കൂടുതലും. അത് ചേച്ചി പറഞ്ഞത് ഒരു പരിധി വരെ നേരാണ് വിഷ്ണുവേട്ടാ. പ്രതീക്ഷിക്കാത്തിടത്തുനിന്നും സപ്പോർട്ട് കേട്ടതും സ്മിതയും സവിതയും അന്തിച്ച് വിദ്യയെ നോക്കി. സാധാരണ ആമ്പലിനെ എന്തെങ്കിലും പറഞ്ഞാൽ കടിച്ചു കീറി തിന്നാൻ വരേണ്ടവളാണ് ഇപ്പോൾ തങ്ങൾക്കൊപ്പം നിന്ന് കാര്യം പറയേണ്ടത്.
സവിതയ്ക്ക് കേട്ട് സന്തോഷം തോന്നിയെങ്കിലും സ്മിതയുടെ കണ്ണുകൾ ശരിക്കും സംശയത്തിൽ ചുരുങ്ങുകയാണ് ചെയ്തത്. പറഞ്ഞത് മനസ്സിലാവാതെ വിഷ്ണുവും വിനുവും വിദ്യയെ നോക്കിയതും അവൾ ചിരിയോടെ നടന്നുവന്ന് ആമ്പലിനെ പിടിച്ചടുത്തിരുത്തി സ്മിതയെ നോക്കി ചിരിച്ചു. തിരിച്ചു കിട്ടിയത് വക്രിച്ച പോലെ എന്തോ ഒന്നാണ്. നീ എന്താടി അങ്ങനെ പറഞ്ഞത്? വീണു പുരികം പൊക്കി. തോക്കിൽ കയറി വെടിവെക്കാതെ മനുഷ്യ, ഞാനൊന്ന് പറഞ്ഞോട്ടെ? ആ, പറഞ്ഞു തുലയ്ക്ക്. ആ, അങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, സ്മിത ചേച്ചി പറഞ്ഞില്ലേ സാറന്മാര് വീട്ടിലോട്ട് വിളിച്ച് സ്കൂളിലേക്ക് വരണം എന്നൊക്കെ പറയുമെന്ന്. ഉം അതങ്ങനെ കണ്ടകടച്ചവരെയൊന്നും അവർ വിളിക്കാറില്ല. കൃത്യമായി ക്ലാസ്സിൽ പോയി നന്നായി പഠിക്കുന്ന ബ്രില്യൻ സ്റ്റുഡൻസിനെ മാത്രം കാണാതാകുമ്പോഴാണ് സാറന്മാർ അവരുടെ പേരൻസിനെ തിരക്കി വിളിക്കുന്നത്. ഇവിടെ തന്നെ കണ്ടിട്ടില്ലേ, ഞാൻ PSCയുടെ ഏതെങ്കിലും ക്ലാസ്സിൽ പോയില്ലെങ്കിൽ അച്ഛന് കോള് വരുന്നത്. കോൾ ചെയ്യുന്നത് മാത്രമോ, ഫോണിലൂടെ ആ മാങ്ങാമോറൻ എന്തൊക്കെ ചീത്ത എന്നെ വിളിക്കുന്നത്. അതിലും സന്തോഷം കിട്ടാതെ നിങ്ങൾ രണ്ടിനെയും അങ്ങേര് വിളിക്കാറില്ലേ? അവിടെയും എന്റെ കുറ്റം പറയാറില്ലേ? എന്തുകൊണ്ടാ? അവള് പറഞ്ഞു പറഞ്ഞത് എങ്ങോട്ടാ പോകുന്നതെന്ന് മനസ്സിലായി. വിനുവിന്റെയും വിഷ്ണുവിന്റെയും മുഖത്ത് അത്ര പ്രകടമല്ലെങ്കിലും മനോഹരമായ ഒരു പുഞ്ചിരി ഒളിഞ്ഞു വന്ന് നിൽക്കുന്നത് കണ്ട് വിദ്യ ബാക്കി കൂടി പറയാൻ തുടങ്ങി. കാരണം അവർക്കറിയാം, അവരിപ്പോൾ ഇച്ചിരി ചീത്ത പറഞ്ഞ് എന്നെ പഠിപ്പിച്ചാലും നാളെ അവരുടെ ഫ്ലെക്സ് ബോർഡ് വെക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ജോലിയിൽ എന്റെ ഫോട്ടോ ഉണ്ടാകുമെന്ന്. അപ്പോ അതിന്റെ ക്രെഡിറ്റ് ആർക്കാണ്? ഈ പഠിപ്പിക്കുന്ന സാറന്മാർക്കല്ലേ. അതുകൊണ്ടാണ് അവര് മെനക്കെട്ട് നിങ്ങളെയൊക്കെ വിളിക്കുന്നത്. അതുകൊണ്ട് ആമ്പലിനെ സാർ വിളിച്ചെങ്കിൽ നാളത്തെ അവരുടെ റാങ്ക് ഹോൾഡർ പ്രതീക്ഷ അവളുടെ പുറത്താകും സാറന്മാർക്ക്. അതിനിപ്പം ജസ്റ്റ് പാസ് മാർക്ക് വാങ്ങി പഠിച്ചുകൊടുക്കുക സ്മിത ചേച്ചിക്ക് പറഞ്ഞാൽ മനസ്സിലാകുമോ? എടി, സ്മിത ഇരുന്നിടത്ത് നിന്നും ചാടി എഴുന്നേറ്റു. അയ്യോ സ്മിത ചേച്ചി, ഞാൻ ചേച്ചിയെ കളിയാക്കിയതൊന്നുമല്ല, കാര്യമായിട്ട് പറഞ്ഞതാണ്. ചേച്ചി പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ നമ്പർ 1 ആയി പഠിച്ചിരുന്നെങ്കിൽ ഇതുപോലെ ഒരു ദിവസം കാണാതാകുമ്പോൾ സാറന്മാർ തിരക്കി വീട്ടിൽ വന്നേനെ. ഹാ, അതിനുള്ള ഭാഗ്യം ചേച്ചിക്കും അപ്പച്ചിക്കും മാമനും കൊടുത്തില്ല. അതുകൊണ്ട് ചേച്ചി ഈ രീതിയൊന്നും അറിയാത്തത്. ചേച്ചി പേടിക്കണ്ട, കുഞ്ഞുണ്ണി നല്ല പോലെ പഠിക്കുന്ന കുഞ്ഞാ. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ചേച്ചി ഇതുപോലത്തെ ഫോൺ കോളുകളൊക്കെ തേടി എത്തിക്കോളും. കുറച്ചു മുന്നേ സ്മിത ചിരിച്ച പോലെ അതേ പ്രസന്നഭാവത്തിൽ വിദ്യ അത്രയും പറഞ്ഞതും തിരിച്ചൊരു മറുപടി കൊടുക്കാൻ പോലും ആവാതെ സ്മിതയും സവിതയും ഉരുകിപ്പോയി. അപ്പോ എല്ലാവർക്കും കാര്യം മനസ്സിലായ സ്ഥിതിക്ക് ഞങ്ങൾ വെളുപ്പിന് തന്നെ മടങ്ങിപ്പോവും. വിനു ബാക്കി പറയാൻ സമ്മതിക്കാതെ അശോകനാണ് തീരുമാനം പോലെ പറഞ്ഞത്. എടാ, അതിന് നീ 2 ദിവസം കൂടി നിൽക്കാമെന്നല്ലേ പറഞ്ഞു? ചേട്ടൻ സങ്കടത്തോടെ അനിയനോട് തിരക്കി. ഏട്ടനും കേട്ടതല്ലേ, മോൾക്ക് ക്ലാസ് കളയാൻ പറ്റില്ല. എടാ, അതിന് നമുക്ക് വേണ്ടേട്ടാ. കുഞ്ഞിനെ മറ്റെവിടെങ്കിലും കൊണ്ടു നിർത്തി ഞാൻ ഇവിടെ നിന്നാൽ എനിക്കൊരു മനസമാധാനവും കാണുകയില്ല. ആരുടെയും മുഖത്തു നോക്കാതെയാണ് അദ്ദേഹം അത് പറഞ്ഞതെങ്കിലും സവിതയുടെ സ്മിതയുടെയും പെരുമാറ്റമാണ് അതിന് പിന്നിലെ കാരണമെന്ന് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. യദു, എത്ര നേരം കൊണ്ട് വിളിക്കുക ചെറുക്ക? നിനക്ക് ആഹാരം വന്ന് കഴിച്ചിട്ടങ്ങ് പോയിരുന്നുകൂടെ? 10 തവണ കഴിക്കാൻ വിളിച്ചിട്ടും ആഹാരം കഴിക്കാൻ വരാതിരുന്നവന്റെ അടുത്ത് ചെന്ന് തോളിൽ നല്ല ഒരു അടി കൊടുത്തുകൊണ്ടാണ് ടീച്ചർമ്മ ചോദിച്ചത്. കുറച്ച് നോട്ട്സും കൂടി ഉണ്ടാക്കി വെക്കേണ്ടതായി ഉണ്ടായിരുന്നു അമ്മേ. നാളെ കഴിഞ്ഞാൽ പിന്നെ സമയം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ ഒക്കെ നേരെയാക്കി വെച്ചാൽ പിന്നെ ആ സമയത്ത് ബുദ്ധിമുട്ടുണ്ടല്ലോ. അതൊക്കെ ശരി, പക്ഷെ കഴിച്ചിട്ട് വന്ന് ചെയ്താലും നടക്കില്ലേ? കഴിച്ചിട്ട് വന്നാൽ പിന്നെ ഉറക്കം വരും അമ്മ. അതുപോട്ടെ, നീ ആമ്പലിനെ വിളിച്ചിരുന്നോ? അശോകേട്ടനെ കിട്ടി. ആമ്പലിനോടും അവളുടെ ബ്രദറിനോടുമൊക്കെ ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. ബ്രദർ? ആ, അങ്ങനെയാ അവള് പറഞ്ഞത്. ഞാൻ പിന്നെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ചോദിക്കാൻ നിന്നില്ല. നാളെ ക്ലാസ്സിന് വരണമെന്ന് മാത്രം തീർത്തു പറഞ്ഞു. അത് നന്നായി. നന്നായി പഠിക്കുന്ന കുട്ടിയാ. ശ്രദ്ധ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പഠിത്തം ഉഴപ്പണ്ട. ഞാൻ ആഹാരം അടച്ചു വെച്ചിട്ടുണ്ട്. നീ സമയം പോലെ എടുത്തു കഴിക്ക്. ഞാൻ കിടക്കാൻ പോവുകയാണ്. കിടന്നോ. ആ പിന്നെ അമ്മേ. മുറിയിൽ നിന്നും ഇറങ്ങാൻ പോയവർ അവന്റെ പിൻവിളിയിൽ തിരിഞ്ഞു നോക്കി. ഈ ബുക്കിൽ ഞാൻ ഫിസിക്സിലെ കുറച്ചധികം ചോദ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ബാക്കി 3 പേരും പെട്ടെന്നത് പഠിച്ചുകൊള്ളും. പക്ഷേ ആമ്പൽ, അവൾക്കത് പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് വൈകുന്നേരം കുറച്ചധികം സമയം ഇവിടെ ഇരുത്തിയാലും അമ്മ ഇത് പഠിപ്പിച്ചിട്ട് വേണം അവളെ വിടാൻ. എനിക്ക് നേരത്തെ വരാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്തോളാം. അല്ലെങ്കിൽ അമ്മ അവളെ നോക്കിക്കൊള്ളണേ. ഒരുപാട് ആശങ്കകൾ നിറഞ്ഞ ശബ്ദത്തിൽ പറയുന്നതിന്റെ കവിളിൽ ഒന്ന് മെല്ലെ തട്ടി ടീച്ചർ ശരിയെന്ന് മൂളി. ഇതേ സമയം വെളുപ്പിനെ എഴുന്നേൽക്കാൻ വേണ്ടി നേരത്തെ ആമ്പലിനെ പിടിച്ച് കിടത്തുകയായിരുന്നു വിദ്യ. കോടമഞ്ഞിനിടയിലൂടെ അവരെ പകുത്തുകൊണ്ടായിരുന്നു യാത്ര. അതിപ്പോൾ ജീവിതത്തിന്റെ തന്നെ ഭാഗമായി മാറിയിരിക്കുന്നു. ഇന്നലെയും ഒരുപാട് രാത്രിയായിട്ടാണ് കിടന്നത്. ഇന്ന് രാവിലെ തന്നെ യാത്രയുണ്ടാവില്ല എന്ന് തന്നെ കരുതി.
പക്ഷെ പതിയെ പോലെ എന്നും എഴുന്നേൽക്കുന്ന സമയത്ത് കണ്ണു തുറന്നു. മാന്തോട്ടത്തിലേക്ക് തുറന്നിട്ടിരിക്കുന്ന ജനലുകളുടെ വിരുന്നെത്തുന്ന കാറ്റ് എ സിയെ പോലും തണുപ്പിക്കുന്ന തരത്തിൽ മുറിയിലുള്ള ഓരോന്നിനെയും തണുപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും ബ്ലാങ്കറ്റിനുള്ളിലേക്ക് നുഴഞ്ഞു കയറാനാണ് തോന്നിയത്. പക്ഷേ എന്നിട്ടും പുലർക്കാല കാഴ്ചകളുടെ ഓർമ്മയിൽ മനസ്സുടക്കി. ഒന്നും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടന്നെങ്കിലും മനസ്സനുവദിക്കാതെ ചാടി എഴുന്നേറ്റു. ഫ്രഷായി പുറത്തിറങ്ങി ഷൂ കാലിടുന്ന നേരത്താണ് അടുക്കളയിൽ നിന്നുള്ള ശബ്ദം കേട്ടത്. അച്ഛനുണ്ടെങ്കിൽ രണ്ടുപേരും 5 മണിക്ക് എഴുന്നേൽക്കും. കുറച്ചു കാലം കൊണ്ട് ഊണിലും ഉറക്കത്തിലുമെല്ലാം ഒരുമിച്ചുള്ളയാളിന്റെ കുറച്ചു ദിവസത്തെ അഭാവം പോലും വല്ലാത്ത വേദനയാണെന്ന് മനസ്സിലായത് അച്ഛൻ ഇവിടെ നിന്നും മാറിക്കഴിഞ്ഞുള്ള അമ്മയുടെ ഭാവങ്ങൾ കണ്ടപ്പോഴാണ്. അച്ഛനും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് ഏട്ടൻ വിളിക്കുമ്പോൾ പറയുന്നത് കേൾക്കുമ്പോൾ അറിയാം. അതുകൊണ്ടാവും കിട്ടിയ കാശിന് വസ്തു വിറ്റിട്ട് അച്ഛൻ നാളെ തന്നെ വരുന്നത്. ഒന്നോർത്താൽ അത് വലിയ ഉപകാരമാണ്. അച്ഛനുള്ളപ്പോൾ താൻ അല്പനേരം മാറി നിന്നാലും പ്രശ്നം വരുന്നില്ല. ഇതിപ്പോൾ താനില്ലാതെ അമ്മ രാത്രിയൊക്കെ ഒറ്റയ്ക്ക് എങ്ങനെ നിർത്തുമെന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. ഇന്നലെ എന്തോ ആവശ്യത്തിന് വേണ്ടി വീട്ടിലേക്ക് പോയേക്കാണ്. മിക്കവാറും തന്റെ ക്യാമ്പൊക്കെ കഴിയുന്ന നേരത്ത് ആളും തിരിച്ചെത്തും. അങ്ങനെ ചിന്തകളെ മടുപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടാണ് പുറത്തേക്ക് അവൻ ഇറങ്ങിയത്. സമയം 5:15 കഴിഞ്ഞതേ ഉള്ളൂ എങ്കിലും വെളിച്ചം ഇടയും തടയും കൂടാതെ മരങ്ങൾക്കിടയിലൂടെ ഓലക്കീറുകളുടെ ഇടയിലുമൊക്കെ ഒറ്റ വെള്ളിയാൽ ഭൂമിയിലേക്ക് പതിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആ മനോഹാരിതയിലും തണുപ്പിലും ഏതൻ നടക്കാനായി ഇറങ്ങി. വഴിയിടങ്ങളിൽ ആളുകൾ നടന്നു തുടങ്ങിയിട്ടുണ്ട്. മിക്കവരുടെയും യാത്ര കവലയിലെ ആ 4 കൂടുന്നിടത്ത് കാണുന്ന ചായക്കടയിലാണ്. ഇടയ്ക്കൊക്കെ ഒരു ചായ അവനും പതിവുണ്ട്. അതിപ്പോ ചായക്ക് വേണ്ടിയല്ല, അവിടെ കൂടിയിരിക്കുന്ന അപ്പാപ്പന്മാരുടെ നടുക്കിരുന്നുള്ള ഒരു ചായ. അവർക്കൊപ്പം കുടിക്കുന്നതിനൊപ്പം കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു വൈബ്, അത് ഭയങ്കര രസമായിട്ട് തോന്നും. ആ ഒരൊറ്റ ചായക്കട പലപ്പോഴും ഒരു പത്രം ഓഫീസിനേക്കാളും കൂടുതൽ വാർത്തകൾ വന്നു പോകുന്ന സ്ഥലമാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇത്തിരി കുശുമ്പും കുന്നായ്മയും ഒക്കെ ഉണ്ടെങ്കിലും സംഭവം കേട്ടുകൊണ്ടിരിക്കാൻ വലിയ രസമാണ്. അതുകൊണ്ട് പതിവിലും നേരത്തെ തിരിച്ചു വരുമ്പോൾ ആ ഒരു ചായ അവൻ ഉപേക്ഷിക്കാറില്ല. ഒരു ചിരിയോടെ പലതും ഓർത്തുകൊണ്ട് അവൻ മെല്ലെ ഓടാൻ തുടങ്ങി. സാധാ പോകുന്ന പോലെ ക്ഷേത്രത്തിനപ്പുറം വരെ പോയി തിരിച്ചു വന്ന് ആൽമരച്ചുവട്ടിലിരുന്നു. ഉദിച്ചുയരുമ്പോൾ വരുന്ന പൊൻവെട്ടവും അന്തരീക്ഷത്തിൽ നിന്ന് കേൾക്കുന്ന നാമജപങ്ങളും ആലിന്റെ ആ ഒരു അന്തരീക്ഷവും ഏതൻ സന്തോഷത്തോടെ കുറച്ചു നേരം അവിടെ തന്നെ ഇരുന്നു. ഇടയ്ക്കൊന്ന് ടൈം ബാനിലേക്ക് നോക്കുമ്പോഴാണ് സമയം കുറച്ചു പോയി എന്ന് തോന്നി അവൻ അവിടെ നിന്നും എഴുന്നേൽക്കുന്നത്. ആൽത്തറയിൽ നിന്നും ഇത്തിരി നീങ്ങി റോഡിലേക്ക് ഇറങ്ങുമ്പോഴാണ് കാണുന്നത് തൊമ്മനും ചാണ്ടിയും പോലെ അത്രയ്ക്ക് പരിചയമായ 2 പേരെ. സർ ഇന്നും? കണ്ണു വിടർത്തിയുള്ള ചോദ്യത്തിന് ചിരിച്ചുകൊണ്ട് ഒന്ന് തലയാട്ടി. അല്ല, ഞാൻ അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ചോദിക്കുക. 10-90 കിലോയും കുടവണ്ടിയും ഒക്കെ ഉള്ളവർ എന്നും രാവിലെ ഈ ഓട്ടത്തിന് ഇറങ്ങുന്നത് മനസ്സിലാക്കാം. സാറിനെ പോലെ ഇത്രയും ഫിറ്റായ ഒരു മനുഷ്യൻ എന്തിനാ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് ഇങ്ങനെ ഓടുന്നത്? ആ സമയത്ത് ഇത്രയും തണുപ്പുള്ള രാവിലെ മൂടി പുതച്ച് കിടന്നുറങ്ങിക്കൂടെ? ഉള്ളിലെ അമർഷം അല്പം പോലും ബാക്കി വെക്കാതെ നൗഫി അവനെ നോക്കി. ഞാനിങ്ങനെ ഓടുന്നത് കൊണ്ടാണ് എന്റെ ബോഡി ഫിറ്റായിരിക്കുന്നത്. നീ പറയുന്ന പോലെ കഴിച്ചിട്ട് മൂടിപ്പിടച്ച് കിടന്നുറങ്ങിയാൽ നമ്മുടെ ലോറൻസ് സാറിനെ പോലെ ആകും അല്ലേ മാഷേ? ആസി ചിരിച്ചതും ഉയർന്നു വന്ന ചിരിയടക്കി ഏതൻ അവനെ ഒന്ന് നോക്കി. ആരെ ബോഡി ഷേമിംഗ് ചെയ്യുന്നത് ശരിയല്ലെന്ന് അറിയില്ലേ ആസി? സോറി സർ, ഇനി ശ്രമിക്കാം. അങ്ങനെ പറയുമ്പോഴും അവന്റെ ചുണ്ടിലെ ചിരി മാഞ്ഞില്ല. അല്ല, അത് ചോദിക്കാൻ വിട്ടു. ജമ്പനും തുമ്പനും കൂടി എങ്ങോട്ടാണ്? ഒന്നും പറയണ്ട സാറേ, കുടുംബക്കാരെന്ന് പറഞ്ഞാൽ ചില അലവലാദികൾ ഇന്ന് കെട്ടിയെടുക്കുന്നുണ്ട്. അതുങ്ങൾക്ക് കറി വെക്കാനുള്ള ഇറച്ചി വാങ്ങാൻ പോയതാണ്. നൗഫി പല്ല് കടിച്ചു പിടിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അവന് ഉറക്കം വന്നിട്ട് വയ്യ സാറേ, അതിന്റെ ദേഷ്യമോ? സ്വന്തം കുടുംബക്കാരെ ചീത്ത പറയുന്നതിനുള്ള ചെറിയ ചമ്മൽ ആസിയിലുണ്ടായിരുന്നു. അപ്പൊ നീയോ? ഇവന് കൂട്ടിന് വന്നതാണോ? ഇവൻ കൂട്ടു വന്നതൊന്നുമല്ല സാറേ. എന്റെ വീട്ടിൽ രാവിലെയും ഉച്ചയ്ക്കും കൂടുന്നവർ രാത്രി ഇവന്റെ അവിടെയാണ്. അതുകൊണ്ട് 2 വീട്ടിലെയും ഉമ്മിമാർ വെളുപ്പിനെ എഴുന്നേറ്റ് ഞങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു. ആ, പറഞ്ഞ പോലെ നിങ്ങൾ ബന്ധുക്കളാണല്ലേ? വാപ്പുമ്മ വഴി ബന്ധം. രാവിലത്തെ ഇച്ചിരി ഉറക്കം പോയതിന് ഇങ്ങനെ ദേഷ്യപ്പെടാതെ നൗഫി. ഒന്നുമില്ലെങ്കിലും കുടുംബക്കാരൊക്കെ വീട്ടിലേക്ക് വരുന്നത് സന്തോഷമല്ലേടോ? ചീർത്ത മുഖവുമായി നടക്കുന്നതിന്റെ തോളിലൂടെ കൈയിട്ട് ഏതൻ ചോദിച്ചതും ചെക്കന്റെ മുഖം അങ്ങ് മാറി. സാർ ഇത് എന്തറിഞ്ഞിട്ടാ? ഈ വരുന്ന കുടുംബം പോലത്തെ ആൾക്കാരെ ജീവിതത്തിൽ ഒരിക്കലും ആരുടെ വീട്ടിലും ചെല്ലാതിരിക്കട്ടെ. അതുവരെ പുഞ്ചിരിച്ചുകൊണ്ട് നടന്ന ഏതൻ പെട്ടെന്ന് നടത്തം നിർത്തി അവനെ തിരിഞ്ഞു നോക്കി. അവൻ പറഞ്ഞത് ശരിയാണ് സർ. വീട്ടിൽ വാപ്പുമ്മയെ കാണാനാണെന്നും പറഞ്ഞ് മാസത്തിൽ 1-2 വട്ടം വരും. വെളുമ്പാക്കാലത്ത് വന്നാൽ പോകും വരെ തിന്നാൻ ഭക്ഷണം വേണം. തലയ്ക്ക് മുകളിൽ തിന്നിട്ട് പോകാനിറങ്ങുമ്പോൾ ഒരു ഡയലോഗുണ്ട്. ഫാത്തിമ, അന്നെ കെട്ടിക്കൊണ്ടു വന്നിട്ട് ഇത്രയും കാലമായില്ലേ?
ഇപ്പോഴും നിന്റെ ആഹാരം ഒന്നും ചൊവ്വായില്ല കേട്ടോ. പിന്നെ ബീവി അമ്മായിക്ക് വിഷമമാകണ്ടെന്ന് കരുതി ഞങ്ങൾ കൊത്തിപ്പെറുക്കി എന്തോ കഴിച്ചെന്നേ ഉള്ളൂ. എന്നിട്ടൊരു വളിച്ച ചിരിയും. അത് കേൾക്കാനിരിക്കുന്ന ഒരു വാപ്പുമ്മ. പിന്നങ്ങോട്ട് 2 ദിവസത്തേക്ക് ഉമ്മാക്ക് സ്വൈര്യമുണ്ടാവില്ല. അവന്റെ വീട്ടിൽ ചെന്നാലും ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് പറച്ചിൽ. ഫാത്തിമ മാറി അവിടെ ഖദീജയാകും എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നൗഫിയുടെ ദേഷ്യം ഏതിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഒപ്പമുള്ളവനെ നോക്കുമ്പോൾ അവന്റെ അവസ്ഥയും ഏതാണ്ടൊക്കെ അങ്ങനെ തന്നെ. ഏതൻ രണ്ടുപേരെയും മുന്നിലേക്ക് പിടിച്ചു നിർത്തി. നിങ്ങൾ രണ്ടുപേരോടും ഒരു കാര്യം പറയാനുണ്ട്. എന്താ സർ? കാര്യം ഇത് നിങ്ങളുടെ കുടുംബകാര്യമാണ്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ അഭിപ്രായം പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ വളർന്ന ആൺമക്കളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉമ്മ കരയാതെ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. മുന്നിൽ നിൽക്കുന്ന വ്യക്തി ആരുമായിക്കോട്ടെ. ഇനി ആരെക്കൊണ്ടും നിങ്ങളുടെ ഉമ്മയെ ചീത്ത പറയാൻ സമ്മതിക്കരുത്. അതിന് വീട്ടിൽ പോയി മറ്റുള്ളവരോട് വഴക്കുണ്ടാക്കണം, ബഹളമുണ്ടാക്കണം എന്നൊന്നും അർത്ഥമില്ല. മറിച്ച് ഇനി ആരെങ്കിലും നിങ്ങളുടെ ഉമ്മയെ കാര്യമില്ലാതെ വഴക്ക് പറയാൻ തുടങ്ങുമ്പോൾ മാന്യമായി അവരുടെ മുഖത്ത് നോക്കി പറയണം, ഞങ്ങളുടെ ഉമ്മയെ വഴക്ക് പറയുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന്. ആദ്യം ചിലപ്പോൾ അവൾ നിങ്ങളെ വഴക്ക് പറഞ്ഞേക്കാം. പക്ഷെ പോകെ പോകെ നിങ്ങളെ മുന്നിൽ നിർത്തി അവർ നിങ്ങളുടെ അമ്മമാരെ എന്തെങ്കിലും പറയും മുന്നേ നിങ്ങളെപ്പറ്റി ആലോചിക്കും. ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ ഇതൊന്നും നടക്കില്ലായിരിക്കും. പക്ഷെ ഒരു ദിവസം നടക്കും. അവരുടെ തോളിൽ തട്ടി ഏതൻ പറഞ്ഞതും ശരിയെന്ന രീതിയിൽ രണ്ടുപേരും തലകുലുക്കി. ഒപ്പം ഇത്രയും നാളും മനസ്സിൽ കൊണ്ടു നടന്ന അസ്വസ്ഥതയ്ക്ക് മറുപടി കിട്ടിയ പോലെ അവരുടെ മുഖവും വിടർന്നു. പിന്നെ അവർ മൂന്നുപേരും നടന്നത് പല പല കാര്യങ്ങളും സംസാരിച്ച് സന്തോഷത്തോടെയാണ്. ഇടവഴി തിരിഞ്ഞ് പരസ്പരം കാണാമെന്ന് പറഞ്ഞ് തിരിയുമ്പോഴാണ് അടുത്തേക്ക് കൊണ്ടുവന്ന് നിർത്തുന്ന കാറിലേക്ക് മൂവരുടെയും ശ്രദ്ധ പോയത്. ഇതിപ്പോ ആരാടാ ഇവിടെ നഞ്ചത്തോട്ട് കാറ് കയറ്റുന്നേ? ആസിയുടെ ചോദ്യത്തിലാണ് അവര് കാറിലേക്ക് നോക്കിയത്. വണ്ടി ഓടിക്കുന്ന ആളെ ഏതൻ സൂക്ഷിച്ചു നോക്കുമ്പോൾ, എടാ വിഷ്ണുവേട്ടൻ എന്ന് പറഞ്ഞ് ആസി സൈക്കിൾ ഒതുക്കി കാറിനടുത്തേക്ക് ഓടിയിരുന്നു. അപ്പോൾ എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കൂട്ടുകാർ കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.